വെൽക്കം ടു സ്മാർട്ട് ന്യൂസ്. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ നാടിന്റെ മനസാക്ഷി ഉണർത്താൻ ഗ്രീൻ ലിവിംഗ് സോഷ്യൽ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് സ്മാർട്ട് ന്യൂസ് നടത്തുന്ന യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജില്ലാ ജയിലിലാണ്. തരിശു ഭൂമിയായി കിടന്ന ഈ മേഖല ഇന്ന് ജൈവ കാർഷിക സംസ്കൃതിയുടെ ഒരു വിളനിലമായി മാറിയിരിക്കുകയാണ്. ഒരിഞ്ചും മണ്ണുപോലും പാഴാക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം വരുമാന മാർഗമായി പോലും ഇവിടുത്തെ വിഭവങ്ങൾ മാറിക്കഴിഞ്ഞു. ഒരുപാട് മനുഷ്യരുടെ അധ്വാനം ഇതിനു പിന്നിലുണ്ടെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിന് മുന്നിൽ ഞങ്ങൾ നമിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്മാർട്ട് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ ഞാൻ പുതുതായിരുന്നു. പിന്നെ നമ്മുടെ സീനിയേഴ്സിൻ്റെയും നമ്മുടെ വകുപ്പ് അധ്യക്ഷന്മാരുടെയൊക്കെ ആശയങ്ങളുടെ പുറകെ പോവുകയും അതിലത്തെ സ്പാർക്ക് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ജയിലുകൾ ഇപ്പോൾ പഴയ പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ് പറയുന്നത്. ഇതൊരു കറക്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, തെറ്റ് തിരുത്തൽ കേന്ദ്രങ്ങളാണ്. അതായത് നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്, ആരും ഒരു നോ വൺ കമ്മിറ്റ്സ് എ ക്രൈം ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. അത് ഇറ്റ്സ് എ സൈൻ ഓഫ് ഡിസീസ്ഡ് മൈൻഡ്. ദ കോസ് ഓഫ് ദ ഡിസീസ് ഹാസ് ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് അതിനെ വേറെ പറിച്ചു കളയണം. ജസ്റ്റ് ലൈക്ക് ഒരു രോഗവുമായി ആശുപത്രിയിൽ വരുന്നു, ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് രോഗം ഭേദമായി രോഗി തിരിച്ചു പോകുന്നു, രോഗിയല്ലാതെ പോകുന്നു. അതുപോലെ സൊസൈറ്റിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ക്രൈമിലേക്ക് വരുന്നത്. ഒരു ക്രൈം സംഭവിക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ സൊസൈറ്റി തൻ്റെ പങ്ക് ശരിയായി ചെയ്യാത്തത് കൊണ്ട് ഒരു ക്രൈം സംഭവിച്ചു. അങ്ങനെ വരുന്ന ആൾക്കാർ ജയിലിലേക്ക് വരുന്നു. ജയിലിലെ പ്രവർത്തനം കൊണ്ട്, ജയിലിലെ ആക്ടിവിറ്റീസ് കൊണ്ട് ഒരു കറക്ഷണൽ മെത്തേഡിലൂടെ കടന്നുപോയി അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം. അതാണ് ഒരു കറക്ഷണൽ. ഐ എം നോട്ട് എ പോലീസ് ഓഫീസർ, ഐ എം എ കറക്ഷണൽ ഓഫീസർ. ജയിലുകളിൽ ഒരു കറക്ഷണൽ ഓഫീസറാണ്. പണ്ടത്തെ പോലെ ജയിലിലേക്ക് വരുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ചിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഓഫ് കോഴ്സ് ജയിലുകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ പോയാലും കുറച്ച് എലമെൻറ്റ്സ് അതിനകത്ത് ഉണ്ടാവുമല്ലോ, എലമെൻറ്റ്സ് ഉണ്ടാവും കുറച്ചതിൽ. അപ്പോൾ ഒരു കറക്ഷണൽ സെൻറ്ററിൽ എങ്ങനെയാണ് അവരെ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അനലൈസേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് 54 ജയിലുകളുണ്ട്. നമുക്കൊരു പീക്ക് സമയങ്ങളിൽ ഒരു 7,500 to 8,000 ആണ് ജയിൽ പോപ്പുലേഷൻ. ഇത്രയും ജയിൽ പോപ്പുലേഷനിൽ ഒരു 90% ആൾക്കാരും, ഐ ക്യാൻ ടെൽ യു, പെർസെൻറ്റേജ് ആൾക്കാരും ഇക്കണോമിക്കലി ബാക്ക്വേർഡാണ്, കൾച്ചറലി ബാക്ക്വേർഡാണ്, ഇതിൻ്റെ ഫിനാൻഷ്യലി ബാക്ക്വേർഡാണ്, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡാണ്. അങ്ങനെ പല തരത്തിലും ബാക്ക്വേർഡായ കുറേ ആൾക്കാരാണ് ജയിലുകളിൽ വരുന്നത് എന്നുള്ളത് ഒരു കാര്യം. മിക്കവാറും എല്ലാ സ്ട്രാറ്റിൽപ്പെട്ട ആൾക്കാരും ക്രൈം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർ മാത്രം വരുന്നു? മാത്രമല്ല, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അവർക്കൊരു ബ്രോക്കൺ ഫാമിലിയുടെ പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഒരു ലാക്ക് ഓഫ് ലവ് അവർക്കുണ്ടായിട്ടുണ്ട്. ഒരു നീഡി ടൈമിൽ ഒരു ഹെൽപ്പ് കിട്ടാതെ ഒരു ജിൻവാൽജിൻ ഫാക്ടർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ജയിലിലായിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തുകൊണ്ടാവുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമുക്കുണ്ട്. നമ്മളെല്ലാവരും തന്നെ ചെറുപ്പകാലത്ത് സിനിമ കാണുന്നതിനും മുട്ടായി വാങ്ങുന്നതിനുമായിട്ട് പൈസ പൊട്ടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ അടക്കമുള്ള ആൾക്കാരെല്ലാം അത് കണ്ടുപിടിക്കുകയും നമ്മുടെ മാതാപിതാക്കൾ കണ്ടുപിടിക്കുകയും അത് അരുതെന്ന് പറയുകയും പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തരികയും ചെയ്തിരുന്നു. നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലേക്ക് പോയി, സ്കൂളിലെ പിയർ ഗ്രൂപ്പും ടീച്ചർമാരൊക്കെ അവിടെയും നമ്മുടെ ഈ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ പുഴുക്കുത്തുള്ള ഇലകളെ പറിച്ച് കളയാൻ ടീച്ചർമാരുണ്ടായിരുന്നു, പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ വളർന്നു വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആവാതെ പോയത്. അത്ര കുറേ ആൾക്കാർ ജയിലിൽ വരുമ്പോൾ അവരെങ്ങനെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമെന്നാണ് ആലോചിക്കുന്നത്. പഴയ കാലത്തൊക്കെ ജയിലുകളിൽ ഉണ്ടാകുന്ന ഇൻഡസ്ട്രികൾ മുഴുവൻ ഈ തുണി നെയ്ത്തും ആശാരിപ്പണിയും അങ്ങനെ ചെറിയ പണികളായിരുന്നു. നമുക്കറിയാം അതൊന്നും ഇക്കാലത്ത് സ്യൂട്ടബിൾ അല്ല, നോട്ട് മാച്ചിങ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദ പ്രസൻറ്റ് കണ്ടീഷൻ. തീർച്ചയായിട്ടും അഗ്രികൾച്ചറിന് അതിൻ്റെതായ ഒരു റോളുണ്ട്, അതിൻ്റെ റൂമുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് എനിക്കൊരു രസകരമായ അനുഭവം ഓർക്കാൻ കഴിയും. ഞാൻ വിയൂരിക്കുന്ന സമയത്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഫ്ലോറിക്കൾച്ചർ എന്നൊരു പദം നമ്മൾ ഇത് ഉള്ളവളാണ് ജയിലിലേക്ക് പരിചയപ്പെടുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു സംഭവം ഇതാണ്. അവിടെ ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, ഈ പ്രത്യേകിച്ച് ഉണ്ടമ്പല്ലി, വളർമല്ലി പൂക്കൾ നോർമലി ഉണ്ടാവുന്നത്. കാരണം ജയിലിലാരും ഒന്നും പറിക്കാൻ വരില്ല,
പൂ പറിച്ച് നശിപ്പിച്ച് കളയാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ഉണ്ടമല്ലിപ്പൂക്കൾ വാടാമല്ലിപ്പൂക്കൾ ഉണ്ടായി നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് നമുക്കിത് വിൽക്കാൻ സാധിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അവിടുത്തെ തൃശ്ശൂരുള്ള അത്തം ഫ്ലവേഴ്സ് എന്ന് പറയുന്ന അവരുടെ ആളെ വിളിച്ചു വരുത്തി ജീപ്പ് വെച്ച് വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ചു, ഈ പുഷ്പം നിങ്ങൾ എടുക്കാം? അത് പറഞ്ഞു, കൊടുക്കാം, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ മാതിരി കട്ട് ചെയ്ത് തന്നാൽ ഞങ്ങളിത് എടുക്കാം എന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം തന്നെ അവനെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അങ്ങനെ അത് പിറ്റേ ദിവസം മാത്രം നമ്മൾ 800 രൂപയ്ക്കാണ് പുഷ്പം വിറ്റത്. അപ്പോൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയും ആ കൊല്ലം നമ്മൾ 1.5 ലക്ഷം രൂപയ്ക്ക് പുഷ്പം വിറ്റ് സർക്കാർ ഖജനാവിലേക്ക് TRP അടച്ചുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം എനിക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അപ്പോൾ അത് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അന്നത്തെ കുറേ വാർത്തകൾ പ്രാധാന്യമൊക്കെ ഉണ്ടായി. ഈവൻ റേഡിയോ സ്റ്റേഷനിൽ പോലും അതിൻ്റെ ഒരു ടോക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ അറിയാതെ തന്നെ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെടികളെ വളർത്തുകയാണ്. എന്തെങ്കിലും റയറിങ് എനി കൈൻഡ് ഓഫ് റയറിങ് ഈസ് ഒരു ലവ് വേണ്ട കാര്യമാണ്. അതിനകത്ത് ഒരു ഒലച്ചിലുണ്ടാക്കും. അത് നമ്മളുണ്ടാക്കുന്ന ചെടികൾ, ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നിറങ്ങളാണ്, പൂക്കളാണ്, സുഗന്ധമാണ്. അപ്പോൾ കളർ തെറാപ്പി, ആരോമ തെറാപ്പി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അറിയാതെ തന്നെ അതിലേക്ക് വരികയാണ്. അപ്പോൾ പുഷ്പകൃഷി നടത്തുമ്പോൾ നമ്മൾക്ക് നിർബന്ധം വരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് കൃഷികൾ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ പുഷ്പം കൃഷി ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിട്ട് അത് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞു പോയ 1-2 പേര് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു പ്രതിഫലമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പറഞ്ഞു, സാർ ഞങ്ങൾ ഈ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഈ പുഷ്പകൃഷി ചെയ്യാൻ പോവുക, പുഷ്പം വിറ്റാലും ഒരു ജീവിക്കാൻ സാധിക്കുമെന്നൊരു വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നാളെ തീർച്ചയായിട്ടും പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതെല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അപ്രന്റീസ്ഷിപ്പ് അവർക്ക് കിട്ടി. അവർക്ക് വേണമെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഹോട്ടലിൽ പോയി നിൽക്കാം. നമുക്കറിയാം, നമ്മുടെ ഏത് ഹോട്ടലുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം അന്യഭാഷ അതിഥി തൊഴിലാളികളാണ്, അന്യഭാഷക്കാരാണ് നിൽക്കുന്നത്. അവരുടെ വൃത്തിയെപ്പറ്റി നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ അവരെക്കാളൊക്കെ ഏത് അളവുകോലിലും വൃത്തിയുള്ള ആൾക്കാർ തന്നെയായിരിക്കും മലയാളികളായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവരെ കൈ നഖം വെട്ടുന്നുണ്ടോ, മാസ്ക് ഇടുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മാക്സിമം. കാരണം ആ ഫുഡ് ഞങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അത്രയും വൃത്തിയാവണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ ഹൗ ടു പ്രൊക്യൂർ ദ റോ മെറ്റീരിയൽ, ഹൗ ടു യൂസ് ഇറ്റ്, ഹൗ ടു പാക്ക് ഇറ്റ്, അങ്ങനെ എല്ലാം ഒരു അപ്രന്റീസ്ഷിപ്പാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നാളെ ഈ കൊണ്ട് അവന് സ്വന്തമായി എൻ്റർപ്രണർഷിപ്പ് തുടങ്ങാം. അതല്ലെങ്കിൽ പോലും ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം. 5-6 കൊല്ലം മുമ്പ് വരെ ജയിൽ ക്യാൻറ്റീനകത്ത് ബീഡി സിഗരറ്റ് ക്യാൻറ്റീനിൽ വിറ്റിരുന്നു. ഈവൻ പുകവലി പുറത്ത് നിരോധിച്ച സമയത്ത് പോലും വിറ്റിരുന്നു. ശരിക്കൊരു വിരോധാഭാസമായിരുന്നു. നിങ്ങൾ റോഡ് സൈഡിൽ പുകവലിച്ചാൽ നിങ്ങൾക്ക് ഫൈനിടും. നിങ്ങൾ ഫൈനിടാൻ വിസമ്മതിച്ചാൽ നിങ്ങൾ ജയിലിലേക്ക് വരും. ജയിലിൽ വന്നാൽ നിങ്ങൾക്ക് പുകവലിക്കാം. അങ്ങനെയായിരുന്നു. പക്ഷെ അത് മാറി പിന്നീട് അത് നിരോധിച്ചു. ജയിലുകളിൽ, ക്യാൻറ്റീനുകളിൽ പുകവലി കാര്യങ്ങൾ കർശനമായിട്ട് നിരോധിച്ചു. പക്ഷേ പുകവലിയോ മദ്യം അങ്ങനെ നമുക്ക് വളരെ ഇതായിട്ട് വരും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കഞ്ചാവ് പറഞ്ഞാൽ, അപ്പോൾ ഏത് ജയിലുകളിലായാലും സ്ഥിരമായ ജയിലുകളിൽ കഴിഞ്ഞ 10, 20, 30 കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ജയിൽ പക്ഷികൾ എന്ന് പറയാവുന്ന ഒരു 5 to 6% ആൾക്കാരുണ്ട്. ഇവിടെയും ഉണ്ട്. ഇപ്പോൾ ഞാൻ 20 കൊല്ലമായിട്ട് 30 കൊല്ലമായിട്ട് ജയിലിൽ വരുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ ജയിലുകളിലും ഉണ്ട്. അപ്പോൾ അവർക്കറിയാം ജയിലിൻ്റെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണേഴ്സ് അവർക്കറിയാം, കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അപ്പോൾ സംഹൗ അവർ അകത്തേക്ക് കടത്താനായിട്ട് ശ്രമിക്കും. മോസ്റ്റ്ലി ജയിലിലേക്ക് വരുന്നത് ഒരു കോടതിയിലേക്കും ഹോസ്പിറ്റലിലേക്കും പോയി വരുന്ന ആൾക്കാർ അവരുടെ കൂട്ടാളികൾ പുറത്തേക്ക് കൈമാറുന്നു. അവരത് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഗ്രീസി ഓയിലാക്കി ആനസിനകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ശരീര പരിശോധനയിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ വിയൂരിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതുമാതിരി ഡ്രഗ്സ് അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് പൊട്ടി പ്രശ്നമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും റിസ്കിയായ സംഭവം കൂടെ. അപ്പോൾ നമ്മൾ കൂടുതലത് മാക്സിമം ഫ്രിസ്കിങ് ചെയ്യുന്നുണ്ട്. ആവശ്യമായ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തരം കാര്യങ്ങൾ ഗോപ്യമായിട്ട് വളരെ വരുന്നുണ്ട്. ഇത് കൂടാതെ പുറകിൽ നിന്ന് എറിഞ്ഞു കൊടുക്കപ്പെടുക എന്ന് പറയുന്ന സംഗതി, അതിനൊക്കെ നമ്മളിപ്പോൾ കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ആക്സസ് കുറവാണ്. ചെറിയ ജയിലുകളിലും ഇക്കാര്യത്തിൽ വളരെ കുറവാണ്. പക്ഷേ വലിയ ജയിലുകളിൽ, സെൻട്രൽ ജയിലുകളിൽ നിന്ന് വലിയ ക്യാമ്പസാണ്. 134 ഏക്കർ ക്യാമ്പസ് എന്ന് പറയുന്നത് വത്തിക്കാനേക്കാൾ വലുതാണ്. വത്തിക്കാൻ 64 ഏക്കറേ ഉള്ളൂ.
അതിനേക്കാൾ വലുതാണ് ജയിൽ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പണിക്കിറങ്ങുന്ന ആൾക്കാരൊക്കെ ആയിട്ട് പല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ റെയറായിട്ട് കാണുന്നുണ്ട്. കണ്ടാൽ നമ്മൾ പിടിക്കും, അവരെ പണി ചെയ്യുന്നതിൽ നിന്ന് വിലക്കും, മാറ്റി നിർത്തും, അവനെ ശിക്ഷ നടപടിയായിട്ട് ജയിൽ ശിക്ഷ നടപടിയായിട്ടുള്ള ക്യാൻറ്റീൻ സൗകര്യങ്ങൾ നിഷേധിക്കുക, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര തന്നെ ഒഴിവാക്കിയാലും ചെറുതായ രീതിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പോൾ ജയിലുകളിൽ വരുന്ന ഒരാൾ ജയിൽ കിടക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും വായനയിലേക്ക് തിരിയണ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ തന്നെ അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ IIT-യിൽ നിന്ന് അധ്യാപകർ വന്നിട്ട് ഇവിടെ 3 കോഴ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഫാബ്രിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. കോഴിക്കോടിൻ്റെ സമയത്ത് ഇത്തരം പോളിടെക്നിക്കിൽ നിന്ന് വന്നിട്ടുള്ള വെസ്റ്റൽ പോളിടെക്നിക്കിൽ നിന്ന് വന്നിട്ട് കോഴ്സ് നടത്തിയിരുന്നു. അതായത് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ള കാര്യത്തിനെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുകയാണ്. സ്കൂൾ മല അബ്ദുള്ള അടുത്തേക്ക് വരികയാണ്, സ്കൂൾ നേരിട്ട് ജയിലിലേക്ക് വരികയാണ്, അധ്യാപകർ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ദർസ് എ വേ. അപ്പോൾ അവന് ഞാൻ എന്നാ ചെയ്യാനാ, എനിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല, എനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല, എനിക്ക് ഒന്നും അറിവില്ല എന്ന് പറയുന്ന രീതിയെ റിപ്പീറ്റഡായിട്ട് റെസിഡിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന മറുപടി, സാർ എന്നാ ചെയ്യാനാണ്, എനിക്കൊന്നും അറിയാൻ മേല, ഇതെൻ്റെ പ്രൊഫഷനാണെന്ന് പറയുന്നുണ്ട്. എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയോ, പിക്ക് പോക്കറ്റിങ്ങിന് പിടിച്ച ആൾക്കാർ വന്നിവിടെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ പിക്ക് പോക്കറ്റിംഗ് ആണ്. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നത് പിക്ക് പോക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇസ് മൈ പ്രൊഫഷൻ, ഞാനത് വളരെ സ്കില്ലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഞാനത് എൻ്റെ ഒരു ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് ഞാനത് അവൻ്റെ അശ്രദ്ധയെ മുതലെടുത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു മോഷണമൊന്നുമല്ല, അത് ഒരു സ്കിൽഡ് എന്നാണ് അവൻ്റെ മനസ്സിലുള്ള ഒരു ഇത് ബേക്കപ്പ്, അതാണ് അതുള്ളത്. അപ്പോൾ അത് അവൻ്റെ കാഴ്ചപ്പാട്. ഞാൻ അപ്പോൾ തിരിച്ചു ചോദിക്കും, ഈ അധ്വാനിച്ചിട്ടുള്ളൊരു പൈസ കയ്യിൽ നിന്ന് പോകുമ്പോൾ എന്താണെന്ന് എനിക്ക് തോന്നുക? ഒരുപക്ഷെ അത്തരം ചോദ്യങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുതന്നെ ഇവിടെ പഠിക്കുന്നു. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ആയാലും മാലിന്യ സംസ്കരണമായാലും. അപ്പോൾ ജയിലുകളിൽ ശരിക്കും ജയിൽ ഒരു ക്യാമ്പസാണ്. ഒരുപാട് മനുഷ്യർ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവന് ലഭിച്ചിട്ടുള്ള അറിവുകൾ അത് അവൻ്റെ ജീവസന്ധാരണത്തിന് ഉപയോഗപ്പെടുമെങ്കിൽ അവൻ ഉപയോഗിക്കും. ഫുഡ് ഇൻഡസ്ട്രിയിലെ ട്രെയിനിങ് പോലെ, കാർഷിക വൃത്തിയിലെ ട്രെയിനിങ് പോലെ മാലിന്യ സംസ്കരണത്തിന് വലിയ സ്കോപ്പുണ്ട് നമുക്ക്. ശരിക്കും എല്ലാവരും പറയാൻ മാത്രം ചെയ്യുന്നില്ല ആരും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന എനിക്കിത് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 1 M³ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഞാൻ അത് സ്ഥാപിച്ചിട്ട് 8 വർഷമായി. സ്ഥാപിക്കുമ്പോഴൊക്കെ വീട്ടുകളൊക്കെ വലിയ എതിർപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം 5 സെൻറ്റ് സ്ഥലത്തുള്ള ഫുഡും വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലമില്ല. അത് സ്ഥലമിടുക, അതിലേക്ക് ഇടാം. മാത്രമല്ല ഒരു ദിവസം 3/4 മണിക്കൂറോളം ഗ്യാസ് കത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ഗ്യാസ് സിലിണ്ടർ 14 kg ഗ്യാസ് സിലിണ്ടർ 30 ദിവസം അല്ല 24 ദിവസമാണ് അത് പോയിരുന്നത്, അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 30 ദിവസമാണ് കിട്ടുന്നത്. ഏകദേശം 5-6 ദിവസത്തെ മൈലേജ് കിട്ടുന്നുണ്ട് ഈ മാലിന്യത്തിൽ കൊണ്ട്. ആ മാലിന്യ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റ് നമ്മൾ അശാസ്ത്രീയമായി ഇടുമ്പോഴാണ് വേസ്റ്റ്. അതിനെ നമ്മളൊരു മൂലധനമായി കണ്ടാൽ അത് വേസ്റ്റല്ല. സ്കൂൾ ഓഫ് ഗ്രീൻ ലിവിങ്ങിൽ പറയുന്നത് പോലെ ഈ വേസ്റ്റ് നമ്മൾ ശാസ്ത്രീയമായി നമ്മൾ സംസ്കരിച്ച് അതിന് ബയോ മാനുവർ ആക്കിയാൽ അതൊരു പ്രോഡക്റ്റാണ്, അത് വിൽക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത് ജയിലുകളിലെല്ലാം അത് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചാൽ അവർക്ക് ഒരു പക്ഷേ ഇത് പുറത്ത് പോയി ചെയ്യാൻ സാധിക്കും. ജയിലുകളിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹൈജീൻ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാം. നമുക്ക് നേരിട്ട് ടോയ്ലറ്റ് നമ്മുടെ കിച്ചണും ടോയ്ലറ്റും കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തടവുകാർ നമ്മൾ ഈ പറഞ്ഞ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന മാർജിനൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് തടവുകാർ. ആർക്കും ജയിലുകളിലെ ഇപ്പോൾ ജയിലിനെ സംബന്ധിച്ച് ജയിലുകൾ ആർക്കും വേണ്ട. ജയിലുകളിലൊരു പ്രശ്നമുണ്ടായാൽ ചിലപ്പോൾ അത് മിനിസ്ട്രി വരെ താഴെക്കിടാൻ വലിയ പ്രശ്നമാവുകയും ചെയ്യും. അതാണ് ജയിലുകളുടെ. പക്ഷേ പഴയ പോലെയല്ല, ജയിലുകൾ ഇപ്പോൾ ഒരു റവന്യൂ ജനറേറ്റിംഗ് ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിരിക്കുന്നു. എന്തൊരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ ജയിലുകൾ വേണമെന്നുള്ളതാണ് കൊറോണ കാലത്ത് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അകറ്റി നിർത്തുന്ന തടവുകാർ, മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്ന തടവുകാർ സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ അവരെ മാനുഷിക വിഭവശേഷിയെ നമ്മൾ വിനിയോഗം ചെയ്യുക.
അതിനെ ചാനലൈസ് ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വേസ്റ്റിൻ്റെ കാര്യം. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായ വേസ്റ്റ് മാനേജ്മെൻറ്റ് തത്വം എന്താണെന്നറിയോ? വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പറയും ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എഫക്റ്റ് വേണോ? അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. യു പ്രിഫർ എഫക്റ്റ് വേണോ സൈഡ് എഫക്റ്റ് വേണോ? ഒരു തലവേദനയ്ക്ക് നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കും നമ്മൾ എഫക്റ്റിന് വേണ്ടിയാണ് കഴിക്കുന്നത്. എഫക്റ്റ് കിട്ടും, ഓഫ് കോഴ്സ് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഉണ്ടാവാതിരിക്കില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കുകയാണ്. നമ്മൾ വേസ്റ്റ് അഥവാ നമ്മളുണ്ടാക്കിയ വേസ്റ്റിനെ പുറത്തേക്ക് കളയാതിരിക്കുക, അതാണ് പറ്റുക. വേസ്റ്റ് ഉണ്ടാവാതിരിക്കില്ല. കാരണം നമ്മൾ ഭക്ഷണം എന്ത് ചെയ്യുമ്പോഴും ഒരു വേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ശ്വസിക്കുമ്പോൾ വേസ്റ്റായ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത് പോലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എക്സ്ക്രീറ്റ് പോകുന്നത് പോലെ വേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് വേസ്റ്റ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റിനെ അകറ്റി നിർത്തുക. ജസ്റ്റ് ലൈക്ക് തടവുകാർ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ രീതിയിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇരുമ്പ് വാതിലുകൾക്ക് അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു അറിയാതെ ഇങ്ങനെ സർക്കാരിൻ്റെ കാശിനെ തിന്നും പിടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയാനെ. അങ്ങനെയല്ല. ജയിലുകളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫുഡ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൃഷി ചെയ്യുന്നത് ജയിലുകൾക്ക് ഉപയോഗിക്കുന്നത് പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തടവുകാരുടെ ഇവിടെ നമുക്ക് വേതനം കൊടുക്കുന്നത് 127 റുപ്പീസാണ് ഏറ്റവും മിനിമം വേജസ് കൊടുക്കുന്നത്. അതായത് പുറത്ത് 800 രൂപ 900 രൂപ കിട്ടുന്ന വർക്ക് ജോലി ചെയ്യുന്നത് 127 റുപ്പീസാണ്. അപ്പോൾ വർക്ക് ചെയ്തിട്ട് തന്നെയാണല്ലോ കിട്ടുക. അപ്പോൾ വലിയ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രികൾ റൺ ചെയ്യുന്നുണ്ട്. അത് വുഡിൻ്റെ ഫർണിച്ചർ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നുണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, കോഴി ഫാമുണ്ട്, നെൽകൃഷിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇവരുടെ ഈ പറയുന്ന മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരനെ നമ്മൾ ഉപയോഗപ്രദമായ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ്. അതൊരു കറക്ഷണൽ മെത്തേഡാണ്. അത് കറക്ഷണൽ ഒരു ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റിനെയും അതുപോലെ തന്നെയാണ്. നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് വേസ്റ്റ് ആവുന്നതും അത് കുമിഞ്ഞു കൂടി നമുക്ക് പ്രശ്നമാവുന്നതും. ആ വേസ്റ്റിനെ ഒരു മൂലധനമായി കണ്ട് അതിനെ കൺവെർട്ട് ചെയ്യാൻ, ഇപ്പോൾ വേസ്റ്റിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ വേസ്റ്റിനെ മൂലധനമായി അപ്പം അത്തരം പാഠങ്ങൾ ജയിലിൽ പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു പാഠങ്ങൾ പഠിച്ചു പോകുന്ന ആൾക്കാർ, കാരണം എന്ത് തൊഴിൽ ചെയ്യാമെന്ന് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ കിട്ടുന്ന സുവർണാവസരമാണ് ഈ വേസ്റ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. വേസ്റ്റ് കുമിഞ്ഞു കൂടി കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമാണ്, ശീലമാണ്. അങ്ങനെ കിടക്കാതിരിക്കണം. ഇപ്പോൾ നമ്മൾ ചുരുങ്ങിയ മഴക്കാലമാകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഓടയിലെ മണ്ണെല്ലാം കോരി ഓടയുടെ കരക്കിടും. അപ്പോൾ 2 ദിവസം വെള്ളം ഒഴുകിപ്പോൾ 3-ാം ദിവസം അത് വീണ്ടും അതിലേക്ക് തന്നെ വീഴും. വീണ്ടും ആ ഓടയെ തന്നെ വീണ്ടും ചെയ്യുന്നത്. അതേപോലെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല, ടെമ്പററി സൊല്യൂഷനാണ് എല്ലാവർക്കും ആവശ്യം. പെർമനൻറ്റ് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. എനിക്ക് കർഷക സംഘത്തിൽ നിന്ന് 2 പശുക്കിടാങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബയോമാനർ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ചാണകം ഉണ്ടാക്കുന്ന മെഷീൻ എന്ന രീതിയിലാണ് പശുക്കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃഷിക്കുള്ള കിട്ടും. വലുതായി കഴിഞ്ഞാൽ നമുക്ക് പാലും കിട്ടും. അപ്പോൾ അതിന് തൊഴുത്തുണ്ടാക്കണം, കാര്യത്തൊഴുത്തിനാണ്. അപ്പോൾ ഇവിടെ ഒരു മേശ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ കെട്ടിട വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു 4 തൂണൊക്കെ ആയിട്ട് അവിടെ ഒരു സംഭവം പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം ഒരു സാധനം പോലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഇവിടെ ഈ കെട്ടിടം ഉണ്ടാക്കിയതിൻ്റെ ചുറ്റും കിടന്നിരുന്ന ഇഷ്ടികകൾ മുഴുവൻ കളക്ട് ചെയ്തു, കമ്പി കഷ്ണങ്ങൾ കളക്ട് ചെയ്തു, പിന്നെ കുറച്ച് മണലുകളുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്തു. കുറച്ച് നമ്മൾ സിമെൻറ്റ് ഞാൻ വാങ്ങി. ബാക്കി കുറച്ച് നമ്മൾ ഇവിടുത്തെ ഈ ബയോഗ്യാസ് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന കുറച്ച് മണലൊക്കെ എടുത്തിരുന്നു. എന്തായാലും വേറെ കുറേ എൻ്റെ ഒരു കാലും ഒക്കെ ആയിട്ട് ഇഞ്ച് ഷീറ്റൊക്കെ വയ്ക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിയാണ്. യാതൊരു പൈസ ചിലവാക്കാതെ വേസ്റ്റിനെ കൺവേർട്ട് ചെയ്തിട്ടാണ്, ഇവിടുത്തെ മാൻ പവറും കൂടി ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹവും ഇന്നൊരു ലക്ഷ്യവും ഉണ്ടെങ്കിൽ അത് നടക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. കൂടെ ഒറ്റയ്ക്കൊന്നും നടക്കുന്ന കാര്യമല്ല, ടീം വർക്കിനെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാവുന്ന ടീം അംഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ജയിലിലെ മാൻ പവർ യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന കാര്യമാണ്. നല്ലൊരു ട്രെയിനിങ് കൊടുത്താൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. ജയിലുകളിൽ നമ്മൾ പല പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 2 കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ ഏറ്റവും ബെസ്റ്റ് ഗാന്ധി ജയന്തി പ്രോഗ്രാം നടത്തിയത് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ അഭിമാനപൂർവ്വം പറയും. അത് പറഞ്ഞ് ഞാനല്ല, കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി വൈശാഖ മാഷാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പദ്ധതി മനസ്സിലാവിഷ്കരിച്ചു. ജയിലിനകത്ത് ഒരു പുസ്തകമേള സംഘടിപ്പിക്കുക.
വിചാരിച്ചത് ഈ പുതിയ പുസ്തകങ്ങളുടെ കാഴ്ച, അതിൻ്റെ ഒരു മണം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മയിൽപ്പീലി തുണ്ട് മണക്കാൻ നോക്കുന്ന പുസ്തകത്തിൻ്റെ മണമെല്ലാം വേറൊരു ഡയമെൻഷനിലേക്ക് പോകുമെന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന പുസ്തകങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് വായിക്കുമെന്നുമാണ് ഞാനത് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ ചാൻസി ബുക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് കാര്യം പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒക്ടോബർ 2 നമ്മൾ അത് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 2 ഇത് ചാൻസി ബുക്സ് ഒക്ടോബർ 2 10 മണി തൊട്ട് കാലത്ത് 10:30 തൊട്ട് 2 മണി വരെ ഉള്ള സമയത്താണ് നടന്നത്. ആ സമയത്ത് നമ്മൾ ശരിക്കും ഒരു ബിനാല തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഒരു തടവുകാരുടെ ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ, ഒരു കെട്ടിടം കൊണ്ട് ഇഷ്ടയെ കൊണ്ട് ബുക്ക് ഫെയർ എന്ന് എഴുതിയിട്ട് വെച്ചത് മുതൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി. തടവുകാർ പറഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞാൽ ചെയ്യാനാണ് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ വലിയൊരു ഉത്സവം പോലെ തന്നെ അത് ചെയ്തിരുന്നു. എന്നിട്ട് ഈ സംഘാടകരും വിചാരിച്ചിരുന്നത് ഇതൊരു ലാഭത്തിനൊന്നും നോക്കേണ്ട കാര്യമല്ല, 10-25,000 രൂപയുടെ ബുക്കുകൾ വേണമെങ്കിൽ ചിലവായി പോയേക്കും സാധാരണ രീതിയിൽ നിന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞു, തടവുകാർക്ക് നമ്മുടെ തടവുകാർ വേജസിൽ ഒരു പോർഷൻ ക്യാൻറ്റീൻ പോർഷൻ ഉപയോഗിക്കാം, ഒരു പോർഷൻ അവർക്ക് വീട്ടിലേക്ക് അയക്കാൻ ഉപയോഗിക്കാം, ഒരു പോർഷൻ റിലീസ് പോർഷൻ നമ്മൾ എടുത്ത് വയ്ക്കും. റിലീസ് പോർഷൻ ഉപയോഗിക്കാൻ പാടില്ല, ഇത് അപ്പോഴല്ല കൊടുക്കില്ല നമ്മൾ. അത് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ വെച്ചു. പുസ്തകം വാങ്ങാനായിട്ട് അവർക്ക് റിലീസ് പോർഷൻ വേണമെങ്കിൽ ഉപയോഗിച്ചു. അവരുടെ ഫണ്ടിൽ ഇറക്കിടക്കുന്നുണ്ട്. എന്നിട്ട് വൈശാഖ മാഷാണ് ഉദ്ഘാടനം ചെയ്തത്, കേരള സാഹിത്യ അക്കാദമി. അത് നമ്മൾ അതും പ്രത്യേകിച്ച് ആളെ മാത്രമേ വിളിച്ചുള്ളൂ. ഒരുപാട് സാഹിത്യകാരന്മാർ വന്നു. രാവുണ്ണി, അശോകൻ ചെരുവിൽ, വൈശാഖ മാഷ്. പിന്നെ അന്ന് 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു അവിടെ വെച്ചിട്ട്, ചെറിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഇതിന് ശേഷം പുസ്തകം മേള നടന്നു. ഉച്ചയ്ക്ക് 1:30 അത് അവസാനിച്ചു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ 1.5 ലക്ഷം രൂപയുടെ പുസ്തകമാണ് ചിലവായത്. 1.5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ തടവുകാർ തൻ്റെ വേതനം ഉപയോഗിച്ച് വാങ്ങി. അപ്പോൾ അവിടെ ഫോറിനേഴ്സ് കിടക്കുന്നുണ്ട്, 10-35 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വേണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചു. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും വേണമെന്ന് പറഞ്ഞിരുന്നു. വെനസ്വേലയിൽ കിടക്കുന്ന ഒരു തടവുകാരൻ അവിടെ ചപ്പാത്തിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അവൻ വാങ്ങിയത് 7,000 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിയത്. തടവുകാർ തൻ്റെ വേതനത്തിലെ പൈസ ഉപയോഗിച്ച് പുസ്തകം വാങ്ങുക. അപ്പോൾ അത് വൈശാഖ മാഷാണ് പറഞ്ഞത്, ഒക്ടോബർ 2 ദിവസത്തിലെ ഏറ്റവും വലിയ ഗാന്ധിജിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അത് എന്ന് ആണ് പറഞ്ഞത്. അവിടെ എറണാകുളം ജില്ലാ ജയിലിൽ, കാക്കനാടാണ്, സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. അപ്പോൾ അവിടേക്ക് തുറക്കുന്ന ഒരു കൗണ്ടർ പുതിയതായിട്ട് ആരംഭിച്ച സമയത്ത് ഒരു പുതിയൊരാശയം, ഒരു ഷെയർ മീൽ എന്ന് പറഞ്ഞൊരു ആശയം ഞാനത് അവതരിപ്പിച്ചു. അതായത് കൗണ്ടറിൽ ഫുഡ് വാങ്ങാൻ വരുന്ന ഒരാൾക്ക്, നിങ്ങൾക്ക് ഒരാൾക്ക് കൂടി ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു അന്നദാനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇഫ് യു ആർ ബിലീവിങ് ഫുഡ് ഡൊണേഷൻ ഈസ് ഡിവൈൻ, ദർ ഇസ് എ ചോയ്സ്. നിങ്ങൾ 25 രൂപ കൊടുത്താൽ ഒരു ഷെയർ മീൽ കൂപ്പൺ കിട്ടും. അത് അവിടുത്തെ ബോർഡിൽ ഒട്ടിച്ച് വെക്കാം, നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വഴിയെ പോകുന്ന ആർക്കും ആ കൂപ്പൺ വലിച്ചെടുത്ത് കൗണ്ടറിൽ കൊടുത്താൽ 5 ചപ്പാത്തിയും ഒരു വെജ് കറിയും കിടക്കുന്ന ഫുഡ് പാക്കറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നത് ആരാണെന്നോ വാങ്ങുന്ന ആരാണെന്നോ പരസ്പരം അറിയുന്നില്ല. കൊടുക്കുന്ന ആളെ ഞാൻ ആർക്കൊക്കെ കൊടുത്തതെന്നോ വാങ്ങുന്ന ആളെ ഞാൻ ആർക്കോ എവിടെ നിന്നാണ് എനിക്ക് ആരും ദാനം തന്നാമെന്നും ഒരു ഇൻഹിബിഷൻ അതിനകത്തില്ല. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും ആർക്കൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് പോയപ്പോഴാണ് അതിൽ 1-2 ഒരു ഹർത്താൽ ദിനത്തിൽ ഈ സംഭവം കണ്ട് അവിടെ ഒരാളിത് എഴുതി ഭയങ്കര വൈറലായി ബ്ലോഗ്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഷെയർ മീലിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മാരത്തോൺ സംഘടിപ്പിച്ചു. അതിൻ്റെ ഒരു പ്രചരണാർത്ഥം റൺ എ മൈൽ ഷെയർ എ മീൽ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സോൾസ് ഓഫ് കൊച്ചിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ റണ്ണേഴ്സ് ക്ലബ്ബുണ്ട്. 200 രൂപ പ്രവേശന ഫീസ് തന്നിട്ടാണ് അവർ ഓടാൻ വരുന്നത്. അവർക്ക് ടീഷർട്ട് കൊടുക്കും, ഒരു ഫിനിഷർ മെഡൽ കൊടുക്കും. 500 പേരാണ് ഓടാൻ വന്നത്. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഫംഗ്ഷൻ. എന്നിട്ട് നിർത്തേണ്ടി വന്നു ഞങ്ങൾക്ക്. കാരണം ഇത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നിർത്തേണ്ടി വന്നു. 500 പേര് മഴ പെയ്യുന്ന സമയത്ത് ഈ റൺ എ മൈൽ ഷെയർ എ മീൽ എന്ന് പറഞ്ഞൊരു മാരത്തോൺ സംഘടിപ്പിച്ച് ഓടി തിരിച്ചു വന്നു. അന്ന് സ്വരാജ് MLA ആണ് അതിൻ്റെ വാലഡേറ്ററി ഫംഗ്ഷൻ ചെയ്തത്. ആ റണ്ണിലൂടെ മാത്രം നമുക്ക് 35,000 രൂപ കിട്ടി. എന്ന് വെച്ചാൽ കുറേ പേരുടെ വിശപ്പടക്കാനുള്ള പൈസയാണ് ഓടുന്നതിലൂടെ അവർക്ക് കിട്ടിയത് എന്നാണ് അർത്ഥം. അതിനുശേഷം അത് ഞാൻ കോഴിക്കോടും പിന്നെ കണ്ണൂരും ആരംഭിച്ചു. ശേഷം ഇതിൻ്റെ 3 വേർഷനിലുമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ ഷെയർ മീലിലൂടെ ഒരു 2 ലക്ഷം പേർക്കെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും. ആരോ കൊടുക്കുന്ന ഭക്ഷണം ആർക്കോ ലഭിക്കുന്നു എന്ന് പറയുന്ന സംഗതിയിൽ ഷെയർ മീൽ അങ്ങനെ എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരും വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു പുറകിൽ പിന്നാലെ നിൽക്കാൻ ആളില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ടായിരിക്കും അതിൻ്റെ. എങ്കിലും ഇതുവരെയായിട്ട് ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി വരുന്ന അധികം വരുന്ന കൂപ്പൺ ഉപയോഗിച്ച് നമ്മൾ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഒക്കെ ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്.
കോഴിക്കോടായാലും എറണാകുളത്തായാലും ഞാനുള്ള സമയത്ത് ശരിക്കും അത് ഇത്രയും കുറേയധികം എക്സസ് വരും. ഒട്ടിക്കുന്നതനുസരിച്ച് ആൾക്കാർ പറിച്ചെടുക്കുന്നില്ല. അത് ഒരു ഫാക്ട് തന്നെയാണ്. കൂടുതൽ വരുന്ന കാര്യങ്ങൾ കൂട്ടി വെച്ച് നമ്മൾ 100-200 ഭക്ഷണം പാക്കറ്റുകൾ നമ്മൾ കൊണ്ടുകൊടുത്ത് അത് വിശക്കുന്ന വയറിലേക്ക് തന്നെ എത്തുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഞാൻ കോഴിക്കോട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മജിസ്ട്രേറ്റ് വന്നിട്ട് കാറിൽ വന്നിട്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മദിനമാണ് എന്ന് പറഞ്ഞ് അയാൾ 500 കൂപ്പൺ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. വേറെ ഒന്നും അറിയണ്ട, ആർക്കോ ഭക്ഷണം കിട്ടുമല്ലോ. 500 പേർക്ക് അന്നദാനമാണ്. അന്നദാനം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരിൽ പോയിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതല്ല. വിശക്കുന്ന വയറിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതാണ്. വിശക്കുന്നതിൻ്റെ മുമ്പിൽ ആഹാരം ദൈവമാണ്. അപ്പോൾ അത് കൊടുക്കുന്ന ആളിലും ദൈവാംശം ഉണ്ടായിരിക്കണം. വിശപ്പറിയുക എന്നുള്ളതാണ് വലിയ കാര്യം. എത്രയോ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിലുകളിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പ് ഇപ്പോഴുമുണ്ട്. സ്റ്റിൽ അവൈറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കൃഷി ചെയ്യാനുള്ള വളക്കൂറുള്ള മണ്ണുണ്ട് ഇവിടെ. മാലിന്യങ്ങളും കുറ്റവാളികളും ഒരുപോലെയാണ്. ഇവ രണ്ടിനെയും കൈകാര്യം ചെയ്യാനുള്ള ആർജവം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇവ രണ്ടും സമൂഹത്തിന് ദോഷം ചെയ്യും. കുറ്റവാളികളിലെ സർഗവാസനകൾ കണ്ടെത്തി അവരെ നന്മയിലേക്ക് നയിക്കുന്നത് പോലെ മാലിന്യങ്ങളായി നാം അന്യരുടെ പറമ്പുകളിലേക്ക് വലിച്ചെറിയുന്നവ നമ്മുടെ വീട്ടിലെ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും സമൂഹത്തിനും ഗുണകരമായി മാറും എന്ന പാഠം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അതോടൊപ്പം അഭിമാനത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുന്നു പുത്തൻ പ്രതീക്ഷകളുടെ ലോകത്തേക്ക്.